ഒന്ന് ആലോചിച്ചു നോക്കൂ, കൊളോണിയൽ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ അതൊരു തുടക്കം മാത്രമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യം കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു മുന്നിലുള്ള യഥാർത്ഥ വെല്ലുവിളി. അപ്പോ 1947 ശേഷം ഇന്ത്യ എന്ന വലിയ സ്വപ്നം എങ്ങനെയാണ് യാഥാർത്ഥ്യമായത്? നമുക്കൊന്നിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ആധുനിക ഇന്ത്യ എങ്ങനെയാണ് രൂപപ്പെട്ടതെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഈ 5 പ്രധാന ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ഓരോന്നും ഓരോ വെല്ലുവിളിയായിരുന്നു. ഈ കഥയുടെ തുടക്കം നമ്മൾ വിചാരിക്കുന്നതുപോലെ ആഘോഷങ്ങളുടേതായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യ അതിജീവിക്കുമോ എന്ന് പോലും പലരും സംശയിച്ച അത്രയും വലിയ പ്രതിസന്ധികളുടെ ഒരു കാലഘട്ടമായിരുന്നു അത്. അപ്പോ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ശരിക്കും എന്തൊക്കെയാണ് വേണ്ടത്? 1947 നമ്മുടെ നേതാക്കളുടെ മുന്നിലുണ്ടായിരുന്നത് ഈയൊരൊറ്റ ചോദ്യമായിരുന്നു. പക്ഷേ വെല്ലുവിളികൾ ഒന്നോ രണ്ടോ അല്ലായിരുന്നു, ഒന്നിനു തിറകെ ഒന്നായി അവ വന്നുകൊണ്ടേയിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, സ്വാതന്ത്ര്യം കിട്ടിയ ആദ്യത്തെ ദിവസം തൊട്ടുതന്നെ 3 വലിയ വെല്ലുവിളികളാണ് ഒരുമിച്ച് നേരിടേണ്ടി വന്നത്. 1, ഇത്രയും വൈവിധ്യമുള്ള ഒരു രാജ്യത്തെ ഒന്നിപ്പിക്കണം. 2, ഒരു ജനാധിപത്യ സർക്കാർ സ്ഥാപിക്കണം. 3, എല്ലാവർക്കും വികസനം ഉറപ്പാക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം തിരഞ്ഞെടുത്ത് മുന്നോട്ടു പോകാൻ ഒരു വഴിയുമില്ലായിരുന്നു. എല്ലാം ഒരുമിച്ച് ചെയ്യണമായിരുന്നു. ഈ വെല്ലുവിളികൾക്കൊപ്പം തന്നെയായിരുന്നു വിഭജനത്തിന്റെ ആഴത്തിലുള്ള മുറിവുകളും. 20-ാം നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ മനുഷ്യദുരന്തങ്ങളിലൊന്നായിരുന്നു അത്. ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞു. ആ ഒരു ദുരന്തം പുതിയ രാജ്യത്തിന്റെ ആത്മാവിലുണ്ടാക്കിയ മുറിപ്പാടുകൾ അത്ര പെട്ടെന്നൊന്നും ഉണങ്ങുന്നതായിരുന്നില്ല. വിഭജനത്തിന്റെ ആഘാതത്തിൽ നിന്ന് രാജ്യം കരകയറാൻ ശ്രമിക്കുമ്പോഴേക്കും അടുത്ത വലിയൊരു വെല്ലുവിളി മുന്നിലെത്തി. എന്താണെന്നല്ലേ? രാജ്യം നൂറുകണക്കിന് ചെറിയ കഷ്ണങ്ങളായി ചിതറിപ്പോകാതെ നോക്കുക എന്നതായിരുന്നു അത്. അപ്പോ എങ്ങനെയാണ് ഇന്നത്തെ ഇന്ത്യയുടെ ഈ ഭൂപടം ഒരുമിച്ച് ചേർത്തത്? നമുക്ക് നോക്കാം. അന്നത്തെ ഇന്ത്യയിൽ 500-ലധികം നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു. ഇവയെല്ലാം ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കുക എന്നത് ചില്ലറ കാര്യമായിരുന്നില്ല. അതുകൊണ്ടുതന്നെ സർക്കാർ വളരെ തന്ത്രപരമായ ഒരു സമീപനമാണ് സ്വീകരിച്ചത്. പ്രധാനമായും ഈ 3 കാര്യങ്ങൾക്കാണ് അവർ ഊന്നൽ നൽകിയത്. ഇതൊരു സമാധാനപരമായ ചർച്ച മാത്രമായിരുന്നില്ല കേട്ടോ. ഓരോ നാട്ടുരാജ്യത്തോടും ഓരോ തന്ത്രമായിരുന്നു. ചിലയിടത്ത് അനുനയത്തിന്റെ ഭാഷ, മറ്റു ചിലയിടത്ത് ജനകീയ സമ്മർദ്ദം. ഹൈദരാബാദ് പോലുള്ള ചില സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ ചേരാൻ ഒരു തരത്തിലും തയ്യാറാവാതിരുന്ന ഭരണാധികാരിക്കെതിരെ പോലീസ് നടപടി എന്ന പേരിൽ ഒരു സൈനിക നടപടി തന്നെ വേണ്ടിവന്നു. അപ്പോ പുറത്തുള്ള അതിർത്തികളെല്ലാം ഏതാണ്ട് ഉറപ്പിച്ചു. പക്ഷേ കഥ അവിടെ തീർന്നില്ല. അടുത്ത പണി രാജ്യത്തിനകത്തായിരുന്നു. അതായത് സംസ്ഥാനങ്ങളുടെ അതിർത്തികൾ മാറ്റിവരയ്ക്കണം. എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്നല്ലേ? ഭാഷയുടെ. രാജ്യത്തെ ജനങ്ങളുടെ ഭാഷാപരമായ വൈവിധ്യം അംഗീകരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതിന് തുടക്കമിട്ടത് വലിയ ജനകീയ പ്രക്ഷോഭങ്ങളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ശരി, അപ്പൊ രാജ്യം ഒരുവിധം ഒന്നായി. ഇനി മുന്നിലുള്ളത് 2 വലിയ ചോദ്യങ്ങളായിരുന്നു. 1, ഇന്ത്യയുടെ സാമ്പത്തിക നയം എന്തായിരിക്കണം? 2, ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയായിരിക്കും? ഇതൊന്നോർക്കണം, ഇത് ശീതയുദ്ധത്തിന്റെ കാലമാണ്. ലോകം 2 ചേരികളായി തിരിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യയുടെ മുന്നിൽ 2 പ്രധാന വഴികളാണുണ്ടായിരുന്നത്. ഒന്നുകിൽ അമേരിക്കയുടെ മുതലാളിത്ത മാതൃക സ്വീകരിക്കുക, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ സോഷ്യലിസ്റ്റ് പാത പിന്തുടരുക. പക്ഷേ ഇന്ത്യ എന്താ ചെയ്തെന്നറിയാമോ? ഈ 2 വഴിയും അപ്പാടെ സ്വീകരിച്ചില്ല. പകരം അതിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തമായൊരു വഴി കണ്ടെത്തി. സോഷ്യലിസത്തിൽ നിന്ന് പൊതുമേഖലയുടെ പ്രാധാന്യവും മുതലാളിത്തത്തിൽ നിന്ന് സ്വകാര്യ മേഖലയ്ക്കുള്ള സ്വാതന്ത്ര്യവും എടുത്തു. അങ്ങനെ 2ഉം കൂടി ചേർന്ന ഒരു മിശ്ര സമ്പദ് വ്യവസ്ഥ അഥവാ മിക്സ്ഡ് ഇക്കോണമി എന്ന പുതിയൊരു മോഡൽ ഇന്ത്യ തിരഞ്ഞെടുത്തു. ഈയൊരു സ്വതന്ത്ര നിലപാട് സാമ്പത്തിക കാര്യങ്ങളിൽ മാത്രമല്ല നമ്മൾ കണ്ടത്, വിദേശനയത്തിലും അത് തന്നെയായിരുന്നു ഇന്ത്യയുടെ വഴി. അമേരിക്കയുടെയോ സോവിയറ്റ് യൂണിയന്റെയോ പക്ഷം ചേരാതെ ചേരിചേരാ പ്രസ്ഥാനം, അതായത് നോൺ അലൈൻഡ് മൂവ്മെന്റിന് നേതൃത്വം നൽകി. ചുരുക്കി പറഞ്ഞാൽ ആ വൻ ശക്തികളുടെ കളിയിൽ ഒരു പാവയാക്കാൻ ഇന്ത്യ ഒരുക്കമല്ലായിരുന്നു. പക്ഷേ ഈ ചേരിചേരാ നയം ഒരു ബലഹീനതയായി ആരും കാണരുത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് 1971 യുദ്ധം. ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിലേക്ക് നയിച്ച ആ യുദ്ധത്തിലെ നിർണായക വിജയം ഈ മേഖലയിലെ ഒരു പ്രധാന ശക്തിയായി ഇന്ത്യയെ ഉറപ്പിച്ചു നിർത്തി. ഏകദേശം 90,000 പാകിസ്ഥാൻ സൈനികരാണ് അന്ന് കീഴടങ്ങിയത്. അപ്പോ ഒരു വശത്ത് ഇന്ത്യ ഒരു പ്രാദേശിക ശക്തിയായി വളരുന്നു. പക്ഷേ അതേസമയം, അതായത് 1970കളോടെ രാജ്യത്തിനകത്ത് വലിയൊരു കൊടുങ്കാറ്റ് രൂപപ്പെടുകയായിരുന്നു. ഇന്ത്യൻ ജനാധിപത്യം നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന്. ഏറ്റവും പ്രധാനം, ആ ഭീഷണി പുറത്തുനിന്നല്ല, രാജ്യത്തിനകത്തുനിന്ന് തന്നെയായിരുന്നു വന്നത്.
ഈ പ്രതിസന്ധിയുടെയെല്ലാം തുടക്കം ഭരണകക്ഷിയായ കോൺഗ്രസിനുള്ളിലെ ഒരു അധികാര തർക്കത്തിൽ നിന്നായിരുന്നു. ഒരു വശത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, മറുവശത്ത് അവരെ അധികാരത്തിലേറ്റാൻ സഹായിച്ച പാർട്ടിക്കുള്ളിലെ അധികായന്മാരായ നേതാക്കളുടെ ഒരു സംഘം. അവരെയാണ് സിൻഡിക്കേറ്റ് എന്ന് വിളിച്ചിരുന്നത്. ഇവർ തമ്മിലുള്ള അധികാരവടംവലി പാർട്ടിയെ മാത്രമല്ല, രാജ്യത്തെ തന്നെ പിടിച്ചുലച്ചു. പാർട്ടിക്കുള്ളിലെ ഈ പ്രശ്നം മാത്രമായിരുന്നില്ല, കൂടെ രാജ്യത്ത് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നു. ഗുജറാത്തിലും ബീഹാറിലുമൊക്കെ അഴിമതിക്കെതിരെ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. പോരാത്തതിന് ഭരണഘടനയുടെ കാര്യത്തിൽ സർക്കാരും സുപ്രീം കോടതിയും തമ്മിലൊരു ഏറ്റുമുട്ടലിന്റെ വക്കിലാണ്. ഇതെല്ലാം കൂടി ചേർന്നപ്പോൾ ഒരു വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റിനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങി. ആ കൊടുങ്കാറ്റിലേക്ക് തീ പടർത്തിയ ഒരു സംഭവമുണ്ടായി. അലഹബാദ് ഹൈക്കോടതിയുടെ ഒരു നിർണായക വിധി. ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തു എന്ന് കണ്ടെത്തിയ കോടതി അവരുടെ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അസാധുവാക്കി. ഇത് പ്രധാനമന്ത്രിയുടെ അധികാരത്തിന് നേരെയുള്ള ഒരു നേരിട്ടുള്ള വെല്ലുവിളി തന്നെയായിരുന്നു. അപ്പോ അധികാരം നഷ്ടപ്പെടുമെന്ന ഒരു ഘട്ടം വന്നപ്പോൾ സർക്കാരിന്റെ പ്രതികരണം എന്തായിരുന്നുവെന്നറിയാമോ? ഇന്ത്യൻ ചരിത്രത്തിൽ അതുവരെ കണ്ടിട്ടില്ലാത്ത ഒന്ന്. 1975 ജൂൺ 25 രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതോടെ രാജ്യത്തെ ജനാധിപത്യം തന്നെ ഒരു തരത്തിൽ മരവിപ്പിക്കപ്പെട്ടു. അതിനുശേഷമുള്ള 21 മാസങ്ങൾ, അത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഒരു കാലഘട്ടമായാണ് കണക്കാക്കപ്പെടുന്നത്. പത്രസ്വാതന്ത്ര്യമില്ലാതായി, രാഷ്ട്രീയ എതിരാളികളെ വിചാരണ പോലുമില്ലാതെ ജയിലിലടച്ചു. എന്തിന്, പൗരന്മാരുടെ മൗലികാവകാശങ്ങൾ വരെ ഇല്ലാതായി. അടിയന്തരാവസ്ഥ തീർച്ചയായും ഒരു കറുത്ത അധ്യായമായിരുന്നു. പക്ഷേ ഏതൊരു പ്രതിസന്ധിയിൽ നിന്നും പാഠങ്ങൾ പഠിക്കാനുണ്ടാകുമല്ലോ. അതുപോലെ ആ കാലഘട്ടം അവസാനിച്ചപ്പോൾ ഇന്ത്യൻ ജനാധിപത്യം ചില വലിയ പാഠങ്ങൾ പഠിക്കുകയായിരുന്നു. 1977 അടിയന്തരാവസ്ഥ പിൻവലിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ ജനങ്ങൾ വിധിയെഴുതി. ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ പരാജയപ്പെട്ടു. അത് നൽകിയ സന്ദേശം വളരെ വലുതായിരുന്നു. ഇന്ത്യയിൽ ജനാധിപത്യത്തെ അത്ര പെട്ടെന്നൊന്നും ഇല്ലാതാക്കാൻ സാധ്യമല്ല. പൗരസ്വാതന്ത്ര്യത്തിന്റെ വില എന്താണെന്ന് ജനങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കി. പിന്നീട് ഇത്തരമൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാക്കാൻ ഭരണഘടനയിൽ മാറ്റങ്ങൾ വരെ കൊണ്ടുവന്നു. പക്ഷെ കഥയ്ക്കൊരു ട്വിസ്റ്റ് കൂടിയുണ്ട്. അടിയന്തരാവസ്ഥയെ എതിർത്ത് അധികാരത്തിലെത്തിയ ഈ പ്രതിപക്ഷ സഖ്യത്തിന്, അതായത് ജനതാ ഗവൺമെന്റിന്, അധികകാലം മുന്നോട്ടു പോകാനായില്ല. സ്വന്തം പാർട്ടിക്കുള്ളിലെ അധികാര വടംവലി കാരണം 1.5 വർഷം കൊണ്ട് ആ സർക്കാർ തകർന്നു. ഇത് മറ്റൊരു പാഠമായിരുന്നു. ഒരു പൊതുശത്രുവിനെതിരെ ഒന്നിക്കാൻ എളുപ്പമാണ്, പക്ഷേ ഒരുമിച്ച് ഭരിക്കുക എന്നത് അത്ര എളുപ്പമല്ല. അപ്പോ ഇന്ത്യയുടെ ഈ യാത്ര നമ്മളെ എന്താണ് പഠിപ്പിക്കുന്നത്? ജനാധിപത്യം എന്ന് പറയുന്നത് ഒരിക്കൽ കിട്ടിയാൽ പിന്നെ അവിടെ ഇരിക്കുന്ന ഒന്നല്ല. അത് ഓരോ ദിവസവും സംരക്ഷിക്കേണ്ട, അതിനുവേണ്ടി പൊരുതേണ്ട ഒന്നാണ്. ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഇന്ത്യ ഇവിടം വരെ എത്തിയത്. പക്ഷേ ആ പഴയ ചോദ്യം ഇന്നും ബാക്കിയാണ്. ഇത്രയധികം ഭാഷകളും സംസ്കാരങ്ങളും വിശ്വാസങ്ങളുമുള്ള ഒരു രാജ്യം എന്നേക്കും ഒരു ജനാധിപത്യമായി ഒരുമിച്ച് നിലനിൽക്കുമോ?